ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു പ്രിൻറ്റിങ് ഷോപ്പിൽ പ്രിൻ്റ് എടുക്കാൻ പോകുന്നു. ഫോട്ടോസ് ആയാലും PDF ആയാലും നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്നു. നമ്മൾ അവരോട് പറയുന്നു, ചേട്ടാ ഒന്ന് പ്രിൻ്റ് എടുത്ത് തരുമോ? അപ്പോൾ അവർ പറയും മെയിൽ ചെയ്തോളൂ. അവരുടെ ഐഡിയ ഉണ്ടാവും, മെയിൽ ചെയ്തോളൂ എന്ന് പറയും. മെയിൽ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, പലർക്കും മെയിൽ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഫോട്ടോസും PDF നമുക്ക് പ്രിന്റിങ്ങിനായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഐ എം ഹരി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സപ്പോസ് ഇതിപ്പോൾ എൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ പ്രിന്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ പ്രിന്റിംഗ് ഉണ്ട്. ഈ പ്രിന്റ് എടുക്കാൻ വരുമ്പോൾ ഇവിടെ ഞാൻ ലൈവായിട്ട് പറയുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് പലർക്കും പ്രിന്റ് എങ്ങനെയാണ് സെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. പലർക്കും ഞാനത് സെൻഡ് ചെയ്ത് കൊടുക്കാറാണ്. ഞാൻ നമ്മുടെ മെയിലിലേക്ക് ഞാൻ തന്നെയാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പലർക്കും ഒരു 20-30% ആൾക്കാർക്കും ഈ പ്രിന്റിങ്ങിനായിട്ട് ഇത് അയക്കാൻ അറിയില്ല. ഈ ഫോട്ടോസും മൊബൈലിലുള്ള ഫോട്ടോസും PDFും പ്രിന്റിങ്ങിനായിട്ട് അയക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പ്രധാനമായിട്ടുള്ള കാരണം വെച്ചാൽ ഇതറിയണം, എല്ലാവരും അറിയണം. എല്ലാവരും പ്രിന്റിങ്ങിൻ്റെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രിന്റിങ്ങിനായിട്ട് ചെയ്ത് കൊടുക്കാൻ അറിയണം. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഇത് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു പ്രിന്റിംഗ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റിങ്ങിനായിട്ട് നമ്മൾ PDFും ഫോട്ടോസൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പലർക്കും അത് സെൻഡ് ചെയ്യാൻ അറിയില്ല. ആ സെൻഡ് ചെയ്യാൻ എങ്ങനെയാണ് അത് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് ഞാൻ വീഡിയോ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോസ് നമ്മൾ നേരെ വാട്സപ്പിലേക്ക് പോകുന്നു. വാട്സപ്പിലായിരിക്കുമല്ലോ മിക്കവാറും അയച്ചു തരുന്നത്. അപ്പോൾ വാട്സപ്പിലേക്ക് നമ്മൾ പോകുന്നു. വാട്സപ്പിലേക്ക് പോയിട്ട് നമ്മൾ ആ അയച്ചു തന്ന അവരുടെ ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഏത് സാധനമാണ് അവർ അയച്ചു തന്നിട്ടുള്ളത് അത് നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടാപ്പ് ചെയ്ത് കൊടുത്ത് വലത് ഭാഗത്തായിട്ട് കാണുന്ന 3 ഡോട്ട് ഉണ്ടല്ലോ അവിടെ, ആ വലത് ഭാഗത്തായിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ആ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഷെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ആ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഏതിലേക്കാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ട ആ ഓപ്ഷൻസൊക്കെ വരും. ഇൻസ്റ്റാഗ്രാമാണോ, ഫേസ്ബുക്കാണോ, വാട്സപ്പാണോ, അല്ല ടെലഗ്രാമാണോ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരും. നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ മെയിലാണ്. അപ്പോൾ നമ്മൾ നേരെ Gmailലേക്ക് പോകും. യെസ്, നമ്മൾ മെയിലിലേക്ക്, ഏത് മെയിലിലേക്കാണോ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് ആ മെയിൽ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഈ മെയിലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് ഒരു ടാപ്പ് ചെയ്യുമ്പോൾ 2 അക്കം എടുക്കുമ്പോൾ തന്നെ അത് വരും. നിങ്ങളത് ഏത് മെയിലിലേക്കാണെന്ന് വെച്ചാൽ അത് മൊത്തമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ടൈപ്പ് ചെയ്തിട്ട് മുകൾ ഭാഗത്തായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. മുകൾ ഭാഗത്ത് കാണുന്ന ആ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം, ആ സംഗതി അത് സെൻഡായി പ്രിൻറ്റിങ്ങിനായിട്ട് സെൻഡ് ആകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് മസ്റ്റ്. തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.